എൻ്റെ പേര് മാധവദാസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് +1 +2 ഡിഗ്രി വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ലളിതമായി ഗ്രാമർ മനസ്സിലാക്കാൻ, ഇംഗ്ലീഷ് ഗ്രാമർ മനസ്സിലാക്കാനുള്ള ചെറിയൊരു ക്ലാസ്സാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് പറയുന്നത് വാട്ട് ഈസ് ഗ്രാമർ എന്നാണ്. നിങ്ങൾ പഠിക്കാൻ ഈ ക്ലാസ് താല്പര്യത്തോടുകൂടി വീക്ഷിക്കാൻ പോകുന്നവർ ചെയ്യേണ്ടത് ഗ്രാമർ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്തുള്ളവരോടോ ഏതെങ്കിലും അധ്യാപകരോടോ ചോദിച്ചറിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ അതിന് തയ്യാറായി വരേണ്ടതാണ്. ഞാൻ മലയാളത്തിൽ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഗ്രാമർ ഭാഷ പഠിക്കുന്നതിനുള്ള ശാസ്ത്രമാണ്. അതിനായിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഗ്രാമർ പഠിക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ ചെറിയൊരു ശ്രദ്ധ കൂടുതൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഗ്രാമർ ഭാഷയിൽ ഉപയോഗിക്കുന്നതോടുകൂടി അത് റീഫൈൻഡായി മാറുന്നു. ഭാഷ റീഫൈൻഡായി മാറുന്നു, അതായത് ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മൾ ഈ കളരിയിലെ ശാസ്ത്രം പ്രയോഗിക്കുമ്പോൾ അത് കരാട്ടയായി മാറുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതായത് കരാട്ടയിലെ എല്ലാ നീക്കങ്ങളും വളരെ പെർഫെക്ഷൻ ഉള്ളതാണ്. അത് പിന്നെ പഠിപ്പിക്കുന്നവരുടെ കഴിവുകേടും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് ശാസ്ത്രം അപേക്ഷിക്കുന്നത് കൊണ്ട്, അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഭാഷയ്ക്കുണ്ടാകുന്ന ഗുണം. അപ്പോൾ ഭാഷയിൽ ശാസ്ത്രം അപ്ലൈ ചെയ്താൽ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഗ്രാമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭാഷ ഏറ്റവും പെർഫെക്റ്റായി മാറും, റീഫൈൻഡ് ഇംഗ്ലീഷ് ആയി മാറും. ഇന്ന് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ലെസണിലേക്ക് കടക്കാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആകാം. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു.